ഹായ് ഓൾ അസ്ലാം വലൈക്കും. കേരളക്കര ഒന്നടങ്കം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഇന്നലെ ഉണ്ടായിരുന്ന അർജുന്റെ കുടുംബത്തിന്റെ പ്രസ് മീറ്റ്. മനാഫിനെതിരെ അവർ ആക്ഷേപിക്കുന്നത് അത്രക്കും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ്. വിമർശനമെന്നോ അപവാദമെന്നോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അർജുൻ മരിച്ച സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിലെ ഒരാളാണ് പോയിട്ടുള്ളത്. അവരതുപോലെ ഒരുപാട് സൈബർ ബുള്ളിങ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തോട് നമുക്ക് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മരണം സംഭവിച്ച ആ വീട്ടുകാർക്ക് വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ആ ഒരു കാര്യമാണ്. പക്ഷേ അനവസരത്തിൽ ഇവര് കാണിച്ച ഈ പ്രസ് മീറ്റ് അത് അവർക്ക് തന്നെ വിനയായിട്ട് വന്നിട്ടാ ഉള്ളത്. ഈ 72 ദിവസവും മനാഫ്ക്ക് അവിടെ പോയിട്ട് കർണാടകത്തിൽ പോയിട്ട് അവിടെയുള്ള പോലീസിന്റെ വരെ അടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ വിഷമം ദേഷ്യമായിട്ട് പോലീസുകാരുടെ വരെ കയർത്ത് സംസാരിച്ചിട്ട് അടി പോലും വാങ്ങിച്ച മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ടൈമൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ അർജുന്റെ ബോഡി കിട്ടിയതിന് ശേഷം എന്താ ഇവർക്ക് ഉണർന്നു വന്നത്? മാൽപ്പയും അർജുനും കൂടിയിട്ട് ഒത്തുകളിച്ച് നാടകം കളിക്കാന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എന്ത് പേരിട്ട് നമുക്ക് കേരള ജനതയ്ക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ വേണ്ടി പറ്റും? നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണെന്നോ ഇവർ വിചാരിക്കുന്നത്? അവർ പറയുന്നുണ്ട് ഇതൊന്നുമല്ല മനാഫിന്റെ തനി സ്വഭാവം എന്ന്. ഇപ്പോ ആരുടെയാണ് തനി സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആരുടെയും ഉള്ളിൽ ചൂയിന്നെടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ മനസ്സിലാക്കിയ അവസരത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും കണ്ടറിഞ്ഞത് വീഡിയോകളിലൂടെയൊക്കെയാ. അർജുനെ കുറിച്ചായാലും അർജുന്റെ കുടുംബത്തെ കുറിച്ചായാലും മനാഫിനെ കുറിച്ചായാലും മാൽപ്പയെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ഇപ്പൊ അദ്ദേഹം വന്നിട്ട് സ്വന്തം റിസ്കിലാണ് വന്നിട്ട് ഓരോ കാര്യവും ചെയ്യുന്നത്. ഡൈവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം റിസ്കിൽ അപകടത്തിൽ പോലും പെട്ടുപോയി ആ മനുഷ്യൻ. എന്നിട്ടും ദൈവകൃപയാൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യൻക്കൊക്കെ എതിരെ ഇവർക്ക് ഈ കുടുംബത്തിന് എങ്ങനെ പറയാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അതുപോലെ ഈ 72 ദിവസം ആർക്ക് വേണ്ടിയിട്ടാണ് മനാഫ് അവിടെ തന്നെ തമ്പടിച്ചിരുന്നത്? അതിൽ തന്നെ മനാഫ് പറയുന്നുണ്ട് ഞാൻ ആകെ 1-2 ദിവസം അങ്ങനെ വിരലിലെല്ലാവുന്ന ദിവസം മാത്രമേ നാട്ടിൽ പോയി വന്നിട്ടുള്ളൂ എന്നുള്ളത്. അതും അർജുന്റെ കാര്യത്തിന് മാത്രമായിട്ടാണ് പോയിട്ട് കൂടുതലും വരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് വരെ പറയുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്നോടൊന്നും സംസാരിക്കല്ലേ, അർജുന്റെ കേസിൽ ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ വരുള്ളൂ, അർജുനെ കൊണ്ടേ ഞാൻ വരുള്ളൂ എന്നുള്ളത് തീർച്ചപ്പെടുത്തി നിന്ന മനുഷ്യനാണ്. ഈ മനുഷ്യനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അപവാദങ്ങൾ ഉന്നയിക്കാൻ ആ ബോഡി കിട്ടിയതിന്റെ 2 ദിവസം കഴിഞ്ഞ പാടി ഇവരിങ്ങനെ വന്നിട്ട് പറയുമ്പോൾ ഇവരെ കുറിച്ചല്ലേ നമ്മൾ വിലയിരുത്തുക? അർജുന്റെ പേരും പറഞ്ഞിട്ട് പണത്തിന്റെ പിരിവ് നടത്തുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ വ്യൂസ് കിട്ടിയിട്ട് യൂട്യൂബ് ഏൺ ചെയ്യാൻ, യൂട്യൂബിന്റെ മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെയാണ് ഇവർ അവിടുന്ന് നോക്കിയെന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഉളുപ്പ് വേണ്ടേ? കാരണം മനാഫ് ഖാനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇവര്. ഇതിന്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം തന്നെ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായിട്ട് മോശം സിറ്റുവേഷൻ ഒന്നല്ല അവർക്കുള്ളത്. അതുപോലെ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും അദ്ദേഹത്തില്ല. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അർജുന്റെ അളിയനായിട്ടുള്ള ജിതിൻ പറയുന്നുണ്ട് പണപ്പിരിവ് നടത്തിയതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഇവര് അനവസരത്തിൽ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, അത് വളരെ മോശമായി പോയിന്. നമ്മൾ ഈ കാണുന്ന കേരള ജനത ഒന്നടങ്കം പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും ഒരു സമയം വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി മനാഫിനെ കുറ്റം പറയാം. അത് പൊതുവേ അങ്ങനെ തന്നെയാണ്. ആർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അതിന് പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലരും പലതും ചെയ്യാൻ വേണ്ടി മടിക്കുന്നത്. ഒരു ആക്സിഡന്റ് കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാതെ പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരാൾക്ക് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിറകെ കെട്ടി ഓയലേണ്ടി വരും. ഒരുപാട് കഷ്ടതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ഈ മനുഷ്യൻ 72 ദിവസം എന്ന് പറയുമ്പോൾ ആ കർണാടകത്തിൽ പോയിട്ട് ആ ഒരു ലാൻഡ് സ്ലൈഡ് നടന്ന ആ ഒരു ടൈമില് നിൽക്കുന്ന നിത്തമാണ്. മഴയത്തും വെയിലത്തും അതുപോലെ തന്നെ പോലീസുകാർ അടിയും. ആ കർണാടകത്തിൽ തന്നെ അവരെയുള്ള പോലീസുകാർക്കൊക്കെ ഒരു ഭീഷണി പോലെ ആയി മനാഫ്. അവർക്കൊക്കെ കണ്ടുകൂടാത്തൊരു സിറ്റുവേഷനിൽ വരെ എത്തി. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയിട്ട്? അദ്ദേഹത്തിന്റെ ലോറിക്ക് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് അവിടെ പോയി ഇങ്ങനെ പാറാവ് കിടക്കേണ്ട ഒരാവശ്യവും ഈ മനുഷ്യനില്ല. ഇൻഷുറൻസ് ഒക്കെ ഇനി ആ വണ്ടി കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് കിട്ടും, ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ അപവാദങ്ങൾ അദ്ദേഹം സഹിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാന്നുള്ളൊരു ബോധം പോലും ഇല്ലല്ലോ. ഇപ്പൊ ആ ബോഡി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കുടുംബം തന്നെ പറയില്ലേ നാളെ അർജുനെ ഈ മനാഫ് തന്നെ എന്തോ ചെയ്തതാണെന്നുള്ളത്? അങ്ങനെ വരെ മനാഫ്ക്കെതിരെ പല അപവാദങ്ങളും വന്നിട്ടുണ്ട്. നാളെ ഈ കുടുംബം അതുപോലെ പറയില്ലെന്ന് ആര് കണ്ടു? ഇപ്പൊ ആ ബോഡി കിട്ടിയതിന് ശേഷം
മനാഫ് പിന്നെ അവിടെ നിന്നിട്ടുണ്ടോ? തൻ്റെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ചാനൽ ഇപ്പോൾ പോയി നോക്ക്, 10,000 കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ടായ ചാനൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ പറഞ്ഞു പിയ വർക്കും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത്. അതുപോലെ ആ ചാനലിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മനാഫ് ചെയ്തു കൂട്ടിയെന്നുള്ളത്. ഇപ്പൊ ഇവര് തന്നെ ആ ചാനലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വരെ അറിയിച്ചു കൊടുത്തു ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്നുള്ളത്. ഇതിലും വലിയൊരു പിയ വർക്ക് ഇനി വേറെ എവിടെയും കിട്ടാനില്ല. നിങ്ങളുടെ പ്രശ്നം ശരിക്കും എന്താണ്? ഈ ഒരു അർജുന്റെ കേസിൽ മനാഫ്ക ഇടപെട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. കുടുംബം ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരാൾ പറയുന്നില്ല. കുടുംബം ചെയ്യും. അവർക്ക് ചെലുത്താൻ പറ്റുന്ന സ്വാധീനവും കാര്യങ്ങളൊക്കെ അവർ ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ഒന്നും ചെയ്തില്ല എന്നുള്ള ലെവലിൽ പറയുമ്പോൾ അത് കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്, അത് കേട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടന്മാരല്ല നമ്മൾ കേരളക്കാർ. ഇനിയിപ്പോൾ കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ചതാണ് അർജുന് വേണ്ടിയിട്ട്, അർജുന് ജീവനോടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഓരോ ഉമ്മമാർ, ഓരോ കുഞ്ഞു മക്കൾ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പറയാം, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല എന്നുള്ളത്. ഇവർ ഇത്രയധികം രോക്ഷം കൊള്ളാനുള്ള കാരണം എന്താണ്? പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ളത് മനാഫ് പറയുന്നുണ്ട്. ഇനി അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അളിയനായിട്ടുള്ള ജിതിന് അത് തെളിയിക്കണം. ഇനി അത് തെളിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമ നടപടിക്ക് മനാഫിനെതിരെ പോകുമെന്നുള്ളത് ജിതിൻ തന്നെ പറയുന്നുണ്ട്. ആ കുടുംബം ഒന്നടങ്കം പറയുന്നുണ്ട്. ആ കുടുംബം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മനാഫിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഈ കുടുംബം ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മനാഫ് എന്തായാലും ഇവർക്കെതിരെ ഒരു കേസ് എടുക്കണം. അത്രയധികം ആ മനുഷ്യൻ തളർന്നു പോയിട്ടുണ്ട്. സൈബർ ബുള്ളിംഗ് ഒന്നും ആ മനുഷ്യൻ എന്തായാലും ഏൽക്കില്ല. കാരണം എന്തു വെച്ചാൽ മനാഫ് ആരാണെന്നുള്ളത് കേരള ജനതയ്ക്ക് മനസ്സിലായ കാര്യമാണ്. ഈ കുടുംബം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനാഫിനെ കുറിച്ച് ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മനാഫ് എന്താ പറയുന്നത്? ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന കാര്യം അല്ലെങ്കിൽ പണപ്പിരിവ് ഞാൻ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാനാഞ്ചിറ മൈതാനത്തിൽ വന്നിട്ട് ഞാൻ നിൽക്കാം, എന്നെ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നുള്ളത് ഇത്രയധികം കോൺഫിഡന്റ് ആയിട്ട് ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് ഉത്തമ വിശ്വാസം, ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മീഡിയാസും കാര്യങ്ങളൊന്നും കവർ ചെയ്തില്ല, മീഡിയ കവറേജ് കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നമാണ് നിങ്ങൾക്കെങ്കിൽ കേരളക്കര ഒന്നടങ്കം നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ അളിയനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒരു മനുഷ്യനെ പച്ചക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ കാണുന്നവർ പൊട്ടന്മാരല്ല, കാണുന്നവർക്ക് ബോധമുണ്ട്. ഇത്രയധികം ആളുകൾ അർജുന് വേണ്ടിയിട്ട് അവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ആ കഷ്ടപ്പാടൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ ആ കഷ്ടപ്പാടൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ പാലം കിടക്കുമ്പോൾ നാരായണ അത് തന്നെ കൂരാണെന്ന് പറഞ്ഞ ആ ഒരു പഴമൊഴി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് ഏതെങ്കിലും ഒരു അപകടത്തിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടൈമിൽ അത് ഇല്ലാതാക്കുന്നത്. ആ ഒരു ലാൻഡ് സ്ലൈഡിൽ വെള്ളത്തിലോ കരയിലോ എവിടെയാണുള്ളത് ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതിലാണ് മനാഫ് നിന്നിട്ടുള്ളത്. ആദ്യം വന്നു രഞ്ജിത്ത് ഇസ്രായേൽ വന്നു, അദ്ദേഹം കുറേ അങ്ങ് മണ്ണിലൊക്കെ തിരഞ്ഞു നോക്കി, കിട്ടിയില്ല. അത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി വന്നെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ച് അദ്ദേഹം അങ്ങ് പോയി. പിന്നീട് മാൽപ്പേ വന്നു. മാൽപ്പേ വന്നിട്ട് ഡൈവ് ചെയ്തിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ആ ദൗത്യം ലാസ്റ്റ് ഘട്ടത്തിലാവുമ്പോഴത്തേക്കും അദ്ദേഹവും അങ്ങ് പോയി. പിന്നെ ഡ്രഡ്ജർ കൊണ്ടുവന്നു, അതും നിൽക്കും, നാളെ നിൽക്കുമെന്ന അവസ്ഥ വന്നപ്പോഴേക്കും ചിലപ്പോൾ പടച്ചവന്റെ നിയോഗമായിരിക്കാം ഈ ലാസ്റ്റ് ഘട്ടത്തിൽ, ഈ 72ാം ദിവസത്തിൽ അർജുന്റെ ബോഡി കിട്ടണമെന്നുള്ളത്. അതും കൂടി കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഈ മനുഷ്യനെ എത്രത്തോളം പച്ചക്ക് തിന്നാൻ പറ്റുമോ അത്രത്തോളം ഈ ഒരു പച്ചക്ക് തിന്നില്ലേ, തിന്നും. അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു, ഒരാൾ പോലും മനാഫിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നമ്മൾ കണ്ടില്ല. വല്ലാത്ത ഖേദം തോന്നുന്നു. മനാഫിനെ അനങ്ങാതിരുന്നൂടെ? അതൊരു ലാൻഡ് സ്ലൈഡാണ്, എനിക്ക് ഇൻഷുറൻസ് കിട്ടും, അതുപോലെ എന്തെങ്കിലും ഒരു തുക അതിൽ മരണപ്പെട്ട അല്ലെങ്കിൽ അതിൽ മിസ്സായിട്ടുള്ള അർജുന കുടുംബത്തിന് കൊടുത്താൽ മതി എന്നുള്ളതിൽ ഈ 72 ദിവസം ആ മനുഷ്യൻ അവിടെ കാത്തു കെട്ടി കിടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബോഡി, അർജുന്റെ ബോഡി ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഇന്നും ഉണ്ടാകും ഉറങ്ങുന്നതായിട്ട്. ഇതെല്ലാം ഒരു നിയോഗമാണ്. ഒരാളെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓരോരുത്തർക്ക് ഓരോ നിയോഗം ഉണ്ടാവും ജനത്തിൽ തന്നെ. മനാഫിന്റെ നിയോഗം ഇതായിരുന്നു. അല്ലാതെ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ രക്തബന്ധമോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ഒരാൾ കഷ്ടപ്പെടുവോ? എന്നിട്ട് ലാസ്റ്റ് കിട്ടിയത് പഴി മാത്രം. ഇതുകൊണ്ട് തന്നെയാണ് പലരും സഹായിക്കാൻ വേണ്ടി ഇറങ്ങാത്തത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ വിഷമമാകുന്ന, അവർ പറയിപ്പിക്കുന്ന, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനി അത് സൈബർ ബുള്ളിംഗ് ആയിപ്പോവും, കുടുംബത്തെ ആക്ഷേപിച്ചെന്നുള്ളത്. ഇത്രയും വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ കുടുംബത്തെ ആലോചിച്ചിട്ട് ദുഃഖിക്കേണ്ട ടൈം തന്നെയാണ്. പക്ഷെ അവരുടെ ഒരാളുടെ മുഖത്ത് പോലും ആ ദുഃഖഭാവം കാണാൻ വേണ്ടി നിൽക്കുന്നില്ല. ആ ഒരു ബോഡി കിട്ടിയ ടൈമിൽ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് തന്നത് മനാഫ് തന്നെയാണ്.
മനാഫിന്റെ ആ ഒരു കണ്ണീര്, ആർക്ക് വേണ്ടിയാ ഈ മനുഷ്യൻ കണ്ണീര് അവിടുന്ന് പൊഴിച്ചത്? അത് അർജുന് വേണ്ടി, അത് അർജുൻ അറിയുന്നുണ്ടാവും. പക്ഷെ ഈ കുടുംബം അത് കണ്ടില്ലല്ലോ. ഇനി മനാഫ് എന്ത് ചെയ്യാം? നിർത്തിക്കോ, ഈ ഒരു സംഭവേ നിർത്തിക്കോ. ആ മനുഷ്യൻ ഇത്രയും ദിവസമുള്ള തളർച്ചയും ക്ഷീണമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് നന്നായിട്ട് കാണാനുണ്ട്. ഇതും കൂടി ആയപ്പോഴേക്കും ആ മനുഷ്യൻ നന്നായി തളർന്നിട്ടുണ്ടാവും. ഇനി ഇതുകൊണ്ട് ബാക്കിയുള്ളവരും ഒരു പാഠം അങ്ങ് പഠിക്കുക. ആരെയും സഹായിക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് ഇതായിരിക്കും ഗതി എന്നുള്ളത്. മനാഫിന്റെ അവസ്ഥ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കും ആ മനുഷ്യന് വരിക എന്നുള്ളത് ചിന്തിച്ചിട്ട് പോലുമില്ല. ചിലപ്പോൾ മനാഫിനെ അത്രയധികം നമ്മളെല്ലാവരും ഉയർത്തി കാണുന്നത് കൊണ്ടായിരിക്കാം ഇവർക്കൊക്കെ ഇത്രയധികം രോഷം കൊണ്ടിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയിക്കണം, കേരള ജനതയുടെ മനസ്സിന്റെ ഒരു കോണിൽ എപ്പോഴും മനാഫ് എന്ന പേര് പച്ച കുത്തിയ പോലെ ഉണ്ടാവും. അതിന് മനാഫ് വേണ്ടെന്ന് പറഞ്ഞാലും അതുണ്ടാവും. കാരണം മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ കേരള ജനത കണ്ടു. അതാർക്കും മറക്കാനാവില്ല.